നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഉത്സവങ്ങളുടെ കാലമാണിപ്പോൾ. ആര്യനാട് അയ്യങ്കാലമഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. ആര്യനാട് അയ്യങ്കാലമഠം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട്. ആര്യനാട് അയ്യങ്കാലമഠത്തിലെ സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. സജിയുടെ ക്ഷണപ്രകാരമാണ് ഈ ഒരു പൊങ്കാല കാഴ്ചകൾ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സജികുമാർ. ഞാൻ അയ്യങ്കാലമഠം സെക്രട്ടറിയാണ്. ഇന്ന് ഇവിടുത്തെ ദേശീയ മഹോത്സവത്തിന്റെ അവസാന ദിവസം ദേശീയ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5000-ത്തിലധികം പൊങ്കാല ഇന്ന് ഈ ചുറ്റുവട്ടത്താകെ ഉണ്ടായി. നമുക്കായി KSRTC, പോലീസ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും, ആംബുലൻസ് സംവിധാനങ്ങളും എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനും ചലഞ്ചർ ഡ്രൈവേഴ്സ് യൂണിയനൊക്കെ സൗജന്യമായി നമുക്കിവിടെ ഭക്തജനങ്ങളെ ഇവിടെ പൊങ്കാലയിടാനായി കൊണ്ട് എത്തിക്കുന്നുണ്ട്. പൊങ്കാലയോട് അനുബന്ധിച്ച് വലിയ അന്നദാനം നടത്തുന്നുണ്ട്. ഏകദേശം 5000-ത്തോളം പേർക്കുള്ള അന്നദാനമാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ജാതിമത ഭേദമില്ലേ എല്ലാവർക്കും ക്ഷേത്ര സന്നിധിയിലേക്ക് ദേവീനാമത്തിൽ നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്തു. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ദേവിയുടെ ചിലമ്പ് സമർപ്പണം തന്നെയാണ്. ജില്ല വിട്ട് പുറത്തുനിന്ന ആൾക്കാർ വരെ ഇവിടെ നിന്ന് ചിലമ്പ് സമർപ്പിച്ച് അവരുടെ ആഗ്രഹം സാധിക്കാനുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ എത്താറുണ്ട്. പ്രധാന ദേവിയുടെ വഴിപാട് തന്നെയാണ് ചിലമ്പ് സമർപ്പണം എന്ന് പറയുന്നത്. പിന്നെ തിരളിയും വിളക്കും ദേവിയുടെ ഒരു പ്രധാന വഴിപാടാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ അമ്മയെ പറ്റിയിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നല്ല നിലയിലെത്താൻ എനിക്കും എൻ്റെ കുടുംബത്തിനും പറ്റിയിട്ടുണ്ട്. 35 വർഷത്തിലേറെ ആയി ദിവസം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ഇവിടെ തുടങ്ങണതിന്റെ അന്നോട്ട് നമ്മൾ വരും. ഇവിടെ വയ്യാതൊക്കെ ആകുമ്പോ അമ്മയെ വിളിച്ചു തൊഴും. ഉണ്ട്.
ആരനാട് അയ്യങ്കാളമ്മയുടെ ഭഗവതി. ഞാൻ കുഞ്ഞുനാളിലെ ഇവിടെ എപ്പോഴും വരുന്നതാണ്. എന്റെ ഓർമ്മയിൽ വിലപ്പെട്ട ഒരു ദേവിയാണ്. എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇന്ന് ഈ പൊങ്കാലയുടെ അവിടെ വന്നതില്. ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് തരുന്ന പൊന്നു തമ്പുരാട്ടിയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് 34 വയസ്സായി. 34 വർഷം കൊണ്ട് ഞാൻ വരണമായിരിക്കും. ചിലപ്പോ കൊച്ചെന്നായിരുന്നു വന്നില്ല. എന്റെ കുഞ്ഞുനാൾ തൊട്ടേ ഈ അയ്യങ്കാല മഠം ഇതിൽ ഞാൻ ഒരു ഭക്തയാണ്. ഇവിടെ കുറെ കാലം സേവനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നിനൊന്നിനെ അഭിവൃദ്ധിപ്പെട്ടാണ് ദേവി നമ്മളെല്ലാവരെയും സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ദേവിയോട് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനുള്ള അനുഭവം ദേവി തന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അയ്യങ്കാല മഠം ഒരു എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അഭയ കേന്ദ്രമാണ്. വർഷങ്ങളോട് പൊങ്കാലിടുന്നുണ്ട്. 30 വർഷം കൊണ്ടിരുന്നു. ഒരു കുഴപ്പമില്ല. വർഷം തോറും ഞങ്ങൾ വന്നിടുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് നല്ലതേ ഉള്ളൂ. അമ്മയുടെ നടയിൽ വരാത്ത ഞങ്ങൾക്ക് വരാതിരിക്കാൻ ഒക്കില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും വരും. ഞങ്ങളുടെ ഇഷ്ടദേവതയാണ് അയ്യങ്കാളമ്മ. ദേവി കാത്തുരക്ഷിക്കണേ. എല്ലാ വർഷവും പൊങ്കാലയിടാൻ അനുഗ്രഹിക്കണേ. അയ്യങ്കാല മഠം ഈ നാടിന്റെ ഐശ്വര്യമാണ്. ഈ നാട്ടിലെ ആളുകളുടെ ആശ്രയ കേന്ദ്രമായി എല്ലാവരും വിളിക്കുന്നത് മഠത്തിലമ്മയാണ്. മഠത്തിലമ്മയുടെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ആളുകൾ പണ്ടുമുതൽ പുരാതന കാലം മുതൽ ഇവിടെ വന്നിരുന്നതായി, ഇവിടെ എത്തിച്ചേരുന്നതായി ഐതിഹ്യം പറയുന്നു. പരമ്പരാഗതമായി ഒട്ടനവധി ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത് ദേവിയിലുള്ള വിശ്വാസം കൊണ്ടാണ്, ദേവിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ്. ഈ നാടിന്റെ ഏറ്റവും വലിയ പൊങ്കാല അയ്യങ്കാല മഠത്തിലെ പൊങ്കാലയാണ്. അന്നേരം വരെ വന്നിട്ട് ഇതുവരേക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഇതുവരേക്ക് ഒന്നും അല്ലാതെ ഒരു ദോഷവും ഒന്നും വന്നിട്ടില്ല. അത് ഇത്രയും കുറെ നാൾ നടക്കിട്ട് ഇന്നാണ് വന്നതിനിടയിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ്. അവിടുന്ന് അവിടെ അതിനോടൊന്നും ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് നല്ലതേ ഉള്ളൂ. നമ്മളെ ഒരു ക്ഷേത്രമാണ്, എന്റെ എന്റെ കുടുംബമാണ്. അങ്ങനെ എനിക്ക് വന്നിട്ട് കല്യാണം ഈ ക്ഷേത്രം വെച്ചായിരുന്നു നടന്നത്. ഞാൻ പിറന്ന നാട് മുതലേ ദേവിയുടെ മാഹാത്മ്യവും
എല്ലാം അറിഞ്ഞു കണ്ട് വളർന്നതാണ്. പൊങ്കാലയ്ക്ക് അപൂർവം ചില നാളുകളിൽ മാത്രമേ എനിക്ക് വരാതിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷങ്ങളിലും എനിക്ക് പൊങ്കാല ഇടാൻ സാധിച്ചിട്ടുണ്ട്. ദേവിയുടെ നടയിൽ പൊങ്കാല ഇടുന്നത് ഒത്തിരി വ്രതവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ദേവിക്ക് അത്രയധികം ചൈതന്യവും എന്തോ ഒരു ദേവിയെ ശക്തിയുള്ള ഒരു ദേവിയാണ്. വിളിച്ച വിളി കേൾക്കുന്ന ഒരു ദേവിയാണ്. അധ്യക്ഷനെ നമ്മുടെ ആഗ്രഹമെല്ലാം ദേവി നടത്തി തരുന്നുണ്ട്. എന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയുന്നു. എന്റെ കുഞ്ഞുനാൾ തൊട്ട് വരുന്ന അമ്പലമാണ്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് എന്റെ അമ്മ മടത്തിലമ്മ സാധിച്ചു തരും. എനിക്കിപ്പോ എത്ര വയസ്സായോ അത് അറിയാവുന്ന കാലം തൊട്ട് ഒരു 30-35 വർഷം കൊണ്ട് പൊങ്കാലിടുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം കരുതൽ ഞാൻ എല്ലാ മാസവും എന്റെ ഇവിടെ പൂജയുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നടക്കുന്നുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മയുടെ സഹായം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും അറിഞ്ഞെല്ലാം തരുന്നുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിലെ പഴയ ഒരു കമ്മിറ്റി എക്സിക്യൂട്ടീവ്. അതായത് എന്റെ 22ാമത്തെ വയസ്സ് മുതൽ ഞാൻ 38 വയസ്സ് വരെ സേവിച്ച ഒരാളാണ്. ആ സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ നല്ല കാര്യങ്ങൾ. കാരണം ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ആരെന്ത് ചെയ്താലും അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ഇവിടെ ഉണ്ടാകും. അതിന് ഒരു സംശയമില്ല. ഇപ്പോഴും അതുപോലെ വരുന്നവർക്കെല്ലാം അതിന്റെ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നല്ല കാര്യങ്ങൾ നല്ലത് എന്നും ഉണ്ടായി. ഞാൻ എന്നിട്ട് ജോലി കിട്ടി മതിയാക്കി പോയിട്ട് വീണ്ടും 2007 വീണ്ടും ഞാൻ വന്നു. ഒരു 3 വർഷം ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും അരിനാട് ദേശത്തെ അപേക്ഷിച്ച് വിളിച്ചാൽ വിളിയെത്തുന്ന ഒരു ക്ഷേത്രമാണ് അയ്യങ്കാലാമഠത്തിലെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മാതാവിന് ജീവിതമാണ്. അമ്മ നമ്മളെ ക്ഷമിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ഈ അയ്യങ്കാലാമഠത്തിലെ അമ്മയെ നമ്മളോട് ക്ഷമിക്കും. ചരിത്രപ്രസിദ്ധമായ ആര്യനാട് അയ്യങ്കാലാമഠ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് ഇപ്പൊ നടക്കുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് പൊങ്കാല ആചരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാനിവിടെ പൊങ്കാല അർപ്പിക്കുന്ന ഒരു ഭക്തയാണ്. എനിക്ക് എന്താ പറയാ, വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അമ്മയാണെന്ന് ഉള്ള വിശ്വാസം ഉള്ള ഒരു ദേവിയാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ജീവിതം കിട്ടുന്നു എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്താറ്. ആര്യനാട് അമ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അമ്മയാണ്. കാരണം ഞങ്ങൾക്ക് വലിയ നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് ദുഃഖങ്ങളും ഉണ്ടെങ്കിലും അമ്മയുടെ നടയിൽ വരുമ്പോൾ അതൊന്ന് മാറും. പക്ഷെ ചിലമ്പെടുക്കുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലമ്പെടുക്കും. ഐശ്വര്യ പൂജയ്ക്കായാലും എന്തായാലും എന്ത് ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് പറയുന്ന ഒരു അമ്മയാണ് അമ്മ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞങ്ങളിവിടെ മുക്കുകാലയുടെയാണ്. ഒരു വർഷം പോലും ഞങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ല. നമ്മൾ ഇതുവരെയും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഉത്സവങ്ങൾ എല്ലാ ഭാരവാഹികളും നല്ല രീതിയിൽ അവര് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ പകലില്ലാതെ അവര് പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു അമ്മയാണ്. ഇപ്പം ശക്തി പറയാനില്ല, അമ്മയെ പറ്റി പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും ഒരു അമ്മയാണ് ആര്യനാട്ടമ്മ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അയ്യങ്കാലാമഠം ഭഗവതി ക്ഷേത്രമാണ്. ഇന്ന് കാർത്തിക മാസത്തിലെ കാർത്തിക മാസത്തിലെ പൊങ്കാല മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പൊങ്കാല ഇടുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്. രാവിലെ എന്നും
ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ തൊഴിൽ തുടങ്ങുന്നത്. സങ്കടപ്പെട്ട് എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ച് പറഞ്ഞാലും ആ കാര്യം നമുക്ക് നിറവേറ്റി തന്നതാണ് അയ്യങ്കാല മഠത്തിലെ ഭഗവതി. അനുഭവം പറയുകയാണെങ്കിൽ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വലിയൊരു ആക്സിഡന്റിൽ അകപ്പെട്ട് വീണുപോയി. അന്ന് എന്നെ കൈപിടിച്ച് രക്ഷിച്ച് എടുത്തത് അമ്മയാണ്. ഞാൻ അങ്ങ് മരണശയ്യയിൽ കിടന്ന എന്നെയാണ് അയ്യങ്കാല മഠത്തിലെ അമ്മ രക്ഷപ്പെടുത്തി ഇത്രമേൽ എന്നെ കൊണ്ട് എത്തിച്ചത്. ആര്യനാട് അയ്യങ്കാല മഠം ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന നാള് മുതൽ തന്നെ ഞങ്ങൾ ആര്യനാട് അയ്യങ്കാല മഠത്തിൽ അമ്മയെ കൈയെടുത്ത് വണങ്ങുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഉയരങ്ങളിലും അയ്യങ്കാല മഠത്തിൽ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മയെ പ്രാർത്ഥിച്ച എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാം നേടിത്തരുന്ന ഒരു അമ്മയാണ്. ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് നമുക്ക് ഈ അയ്യങ്കാല മഠത്തിലുള്ളത്. അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ നമ്മളത് ചെയ്യും. എല്ലാ കമ്മിറ്റിക്കാരും പിന്നെ പുരുഷ സംഘങ്ങളും സ്ത്രീകളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ ഇതിലാണ് ഉത്സവം നടക്കുന്നത്. അത് ഗംഭീരമായിട്ടാണ് നമ്മളിവിടെ ഉത്സവം നടത്തുന്നത്. പൊങ്കാലയോടുകൂടി അന്നദാനം, 5 ദിവസവും അന്നദാനവും, എല്ലാവരും ഒത്തൊരുമിച്ച് പോണത്. പിന്നെ അമ്മയെ വിളിച്ചാൽ വിളി കേൾക്കണ ഒരു അമ്മയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അമ്മ സാധിച്ചു തരും. ആര്യനാട് അയ്യങ്കാല മഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ദേശീയ മഹോത്സവം തന്നെയാണ് നമ്മുടെ ഈ ഉത്സവം. നമ്മൾ മാതൃസമിതി അംഗങ്ങളാണ്. ഉത്സവത്തിന് 1 മാസം മുന്നേ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം നമ്മുടെ വലിയൊരു ഓണവും ഉത്സവവും ഒക്കെ ഇവിടെ തന്നെയാണ്. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. അമ്മയെ വിശ്വാസമാണ് എല്ലാവർക്കും. നമ്മൾ മനസ്സ് നിറഞ്ഞ് എന്ത് ആഗ്രഹിച്ചാലും അമ്മ നമുക്ക് സാധിച്ചു തരും. ഇവിടുത്തെ അമ്മ നമുക്കൊരു സങ്കടങ്ങളുള്ള നിമിഷങ്ങളിൽ നമ്മൾ വേഗം ഓർക്കുകയും ഓടി എത്തുന്നത് അമ്മയുടെ നടയിലാണ്. വളരെയധികം സമാധാനവും സന്തോഷവും എല്ലാം അമ്മ തരുന്നുണ്ട്. പൊങ്കാല നിവേദ്യം ആരംഭിച്ചിരിക്കുന്നു. രാധാകൃഷ്ണജി സംഗീതം നൽകിയ ഗാനം പവിഴമല്ലി എന്ന തരംഗിണിയുടെ ആൽബത്തിൽ നിന്നും ഒരിക്കലും തൊഴിലാലും തീരാത്ത ദുരിതങ്ങൾ എന്ന ഭക്തസാന്ദ്രമായ ഗാനം മുരളീകൃഷ്ണൻ ആലപിക്കുന്നു.